Hey, hello guys, welcome back to the new video of Trade with Ashwin. ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ എൻട്രി ഇച്ചിരി ഡിലേ ആയിരുന്നു. കാരണം ഞാനിന്ന് മാർക്കറ്റ് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഡിലേ ആയിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ്റെ എല്ലാത്തിൻ്റെ രീതിയിലുള്ള ഒരു അനാലിസിസ് നടത്തി. പ്രീവിയസ് ഡേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് ആണ് കാണിച്ചത്. അപ്പോൾ പ്രീവിയസ് ഡേ പവർ സെല്ലേഴ്സിൻ്റെ കയ്യിലാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് PCR വാല്യൂവും സെല്ലിംഗ് ആണ് കാണിക്കുന്നത്, OIയും സെല്ലിംഗ് ആണ് കാണിക്കുന്നത്. പക്ഷേ ചേഞ്ച് ഇൻ OI എന്നെ കാണിച്ചത് ബൈയിങ് ആണ്. ഒരു ബൈയിങ് ട്രെൻഡ് കാണാനുള്ള ചാൻസുകൾ ഉണ്ടെന്നാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ അത് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബിഗ് ബാർ ക്യാൻഡിൽ അതായത് എൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ബിഗ് ബാർ ക്യാൻഡിൽ 9 EMA ഫോർമേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് സെക്കൻഡ് ക്യാൻഡിലും ഫോം ആയി കഴിഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ അനാലിസിസും കാര്യങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് നിൽക്കുമായിരുന്നു. ബൈയിങ് ചെയ്യണോ സെല്ലിങ് ചെയ്യണോ എന്ന് അറിയത്തില്ലാത്ത രീതിയിൽ. കാരണം കുറച്ച് ഒരു മെജോറിറ്റി ഡേറ്റ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സെല്ലിങ് ആണ്. പക്ഷേ ചേഞ്ചിനുമായി എന്നെ ബൈയിങ് കാണിച്ചു. അപ്പോൾ എനിക്കൊരു ഇതില്ലാത്ത രീതി നിൽക്കുമായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് എൻ്റെ സ്ട്രാറ്റജി ബൈയിങ് ഏരിയയിലോട്ട് ട്രിഗർ ആയി എന്ന് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സ്ട്രാറ്റജി ട്രിഗർ ആയതല്ലേ, അമ്പിനും വില്ലിനും എടുത്തില്ല, ഞാനും ട്രേഡ് എടുത്തു. എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ട്രേഡ് എൻട്രി ഇച്ചിരി ഡിലേ ആയിരുന്നു. ബട്ട് നമ്മുടെ പ്രോഫിറ്റ് നമുക്കിവിടെ കിട്ടി. ഏകദേശം 167.15 നമ്മൾ എൻട്രി ചെയ്തു. നമുക്ക് 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടി. 197.90 നമ്മൾ എക്സിറ്റും ചെയ്തു. ഓക്കെ, സോ നമുക്കിവിടെ 1:3 റിസ്ക് റിവാർഡ് കിട്ടി. പക്ഷേ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ ഞാൻ ചെയ്ത ട്രേഡ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ട്രേഡിങ് എക്സിക്യൂഷൻ അല്ല ഞാൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിപ്പോൾ ചെയ്ത ട്രേഡ് ഡിലേ ആയിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു സ്ട്രാറ്റജി എൻ്റെ ഫോമായി എന്ന രീതിയിൽ ഞാനങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളിപ്പോൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ചിലപ്പം അത് ഡിലേ ആയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും ഇപ്പം കിട്ടിയതുപോലെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ ലോസ് ആയിക്കാനുള്ള ചാൻസുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ട്രേഡ് എടുക്കാൻ വേണ്ടി പോകരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്, എൻ്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഓൾദോ ഇത് പ്രോഫിറ്റ് ആയിരുന്നെങ്കിലും ഇതൊരു ലക്ക് പ്രോഫിറ്റ് ആണെന്ന് ഞാൻ കണക്ക് കൂട്ടത്തുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങളുടെ ട്രിഗർ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ബൈയിങ്ങിലോട്ട് ഞാൻ ട്രേഡ് എടുക്കാനുള്ളൊരു റീസണും ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ OI തന്നെയാണ്. ചേഞ്ച് ഇൻ OIയുടെ ഒരു ചെറിയൊരു കൺഫർമേഷൻ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ട്രേഡ് എടുത്തത്. സോ ഇവിടുത്തെ ഞാൻ ഇന്നെടുത്ത ട്രേഡ് വിന്നാകാനുള്ള കാരണം എൻ്റെ ലക്ക് തന്നെയാണെന്നാണ് ഞാൻ പറയാനുള്ളത്. കാരണം ഇന്നത്തെ ട്രേഡ് എൻ്റെ അത്ര നല്ല വൃത്തിക്കല്ല ഞാൻ എടുത്തത്. ഒരു പെർഫെക്റ്റ് എൻട്രി അല്ലായിരുന്നു എൻ്റെ. ഓക്കെ, സോ ഇതേപോലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും കിട്ടാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ലോസ് ആകത്തില്ല, ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് അത് അറിയാൻ പറ്റും. നമ്മുടെ ട്രേഡ് ചെയ്ത രീതി നമ്മുടെ തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നമ്മുടെ വലിയൊരു വിജയം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ എൻ്റെ ട്രേഡിങ് എൻട്രി ഒരു കറക്റ്റ് ആയിരുന്നില്ല, പക്ഷേ പ്രോഫിറ്റ് ആയിരുന്നു ഇന്നുണ്ടായത് എനിക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്ട്രാറ്റജി വർക്കിംഗ് ആണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.